സമുദ്രങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ സമുദ്രങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്തൊക്കെ തരത്തിലുള്ള പ്രാധാന്യമാണ് സമുദ്രങ്ങൾക്കുള്ളത്? സയൻസ് ക്ലബ്ബ് മാവണ്ടിയൂരിന്റെ അന്വേഷണം ഇന്ന് ഈ വഴിക്ക് നീങ്ങുകയാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 71%, അതായത് ഏകദേശം 140 ദശലക്ഷം ചതുരശ്ര മൈൽ അല്ലെങ്കിൽ 360 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് സമുദ്രങ്ങൾ എല്ലാം കൂടി ചേർന്നാലുള്ള ആകെ വിസ്തീർണം. ചെറിയ ബാക്ടീരിയകൾ മുതൽ ഭീമാകാരമായ നീലത്തിമിംഗലം വരെ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ് സമുദ്രങ്ങൾ എന്നു പറയാം. പല ജീവജാലങ്ങളും ഭക്ഷണത്തിനും വീടിനും ഒക്കെയായി സമുദ്രത്തെ ആശ്രയിക്കുന്നു. ഇതിൽ മനുഷ്യരും ഉൾപ്പെടുന്നു. കാരണം ലോകജനസംഖ്യയുടെ 60% തീരപ്രദേശത്താണ് താമസിക്കുന്നത്. ഒട്ടുമിക്ക ജോലികളും സമുദ്രങ്ങളെ ആശ്രയിച്ചു നടക്കുന്നു. മത്സ്യബന്ധനം, കപ്പൽ നിർമ്മാണം, ടൂറിസം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില അനുകൂല പ്രവർത്തനങ്ങൾക്കും സമുദ്രങ്ങൾ സഹായമൊരുക്കുന്നു. ഉദാഹരണമായി, ഭൂമിയുടെ താപനിലയും കാലാവസ്ഥയും സ്ഥിരമായി നിലനിർത്താൻ സമുദ്രം വളരെയേറെ സഹായിക്കുന്നു. ഇത് നമുക്ക് ഭക്ഷണവും ധാരാളം ഓക്സിജനും നൽകുന്നു. വാസ്തവത്തിൽ വായുവിലെ ഓക്സിജന്റെ 70% സമുദ്രത്തിൽ നിന്നാണ്. വനമേഖലകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണിത്. തീർച്ചയായും മരങ്ങൾ പ്രധാനമാണ്. എങ്കിലും കാലാവസ്ഥാവ്യതിയാനവുമായി സമുദ്രം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു പറയാതെ വയ്യ. മനുഷ്യർ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇത് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഈ അധിക ചൂടിന്റെ 90% സമുദ്രം ലഘൂകരിക്കുന്നു. ഒരുതരം ആഗിരണത്തിലൂടെയാണിത്. പ്രകൃതി അമിതമായി മലിനമായി തീരുമ്പോൾ സമുദ്രത്തിലെ ആഗിരണത്തിന്റെ അളവ് കൂടുന്നു. തന്മൂലം സമുദ്രജലത്തിന്റെ താപനിലയും കൂടുന്നു. ഇങ്ങനെ സമുദ്രജലത്തിന്റെ താപനില ഉയരുമ്പോൾ പല സമുദ്രജീവികൾക്കും അത് നേരിടാൻ കഴിയില്ല. അങ്ങനെ പല സമുദ്രജീവികളും ചത്തൊടുങ്ങുന്നു. ഭൂമി ചൂടാകുന്നതോടെ ധ്രുവീയ ഹിമപാളികളും മറ്റ് ഹിമാനികളും ഉരുകാൻ തുടങ്ങും. പെൻഗ്വിനുകൾ, ധ്രുവക്കരടികൾ, മറ്റ് മൃഗങ്ങൾ എന്നിവയ്ക്ക് അങ്ങനെ വീടുകൾ നഷ്ടപ്പെടുന്നു. അവയ്ക്ക് ഭക്ഷണം കണ്ടെത്താൻ പ്രയാസമാകുന്നു. മഞ്ഞ് ഉരുകുന്നതോടെ സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങും. ഇത് ആത്യന്തികമായി ആഗോള പ്രളയത്തിന് കാരണമായേക്കാം. ഭൂമിയുടെ താപനില മാത്രമല്ല, കാലാവസ്ഥയെയും സമുദ്രം നിയന്ത്രിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി കൂടുതൽ കൊടുങ്കാറ്റുകളും സുനാമികളും ചുഴലിക്കാറ്റുകളും ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഐസിൽ ശുദ്ധജലം അടങ്ങിയിട്ടുണ്ട്. ഇത് ഉരുകി സമുദ്രത്തിലെ ഉപ്പുവെള്ളത്തിൽ കലരുമ്പോൾ ഇത് വെള്ളത്തിലെ ഓക്സിജൻ, കാർബൺ, പോഷകങ്ങൾ എന്നിവയുടെ അളവിനെ ബാധിക്കുന്നു. അന്തരീക്ഷത്തിലെ അധിക കാർബൺ ഡൈ ഓക്സൈഡിനെ സമുദ്രം ആവരണം ചെയ്യുന്നു. ഇത് സമുദ്രത്തെ അമിതമായി അമ്ലമയമാക്കുന്നു. പല ജീവികൾക്കും ഈ മാറ്റങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയില്ല. സമുദ്രത്തിലെ ഭക്ഷ്യവലയത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പ്ലാങ്ക്ടൺ. സമുദ്ര മലിനീകരണം മൂലം ഓക്സിജൻ കുറവായാൽ ചൂടുവെള്ളത്തിൽ ജീവിക്കാൻ അവ പാടുപെടുന്നു. 1950 മുതൽ ലോകത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടണിന്റെ 40% സമുദ്രങ്ങൾ ചൂടാകുന്നതിനാൽ നശിച്ചു. മലിനജലം, മലിന എണ്ണകൾ, രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഒടുവിൽ സമുദ്രത്തിലേക്ക് വഴി കണ്ടെത്തുന്നു. അവയ്ക്ക് മുഴുവൻ ആവാസവ്യവസ്ഥയെയും നശിപ്പിക്കാനും സമുദ്രജീവികളെ കൊല്ലാനും കഴിയും. ചില മൃഗങ്ങൾ പ്ലാസ്റ്റിക് പൊതികളിൽ കുടുങ്ങി ചത്തൊടുങ്ങുകയോ അബദ്ധത്തിൽ പ്ലാസ്റ്റിക് തിന്നുകയോ ചെയ്യുന്നു. മറ്റുള്ളവ കേടായ പൈപ്പ് ലൈനുകളോ എണ്ണ ടാങ്കറുകളോ മൂലമുണ്ടാകുന്ന മലിനീകരണത്തിൽ നശിച്ചുപോകുന്നു. പവിഴപ്പുറ്റുകളിൽ മർദ്ദമേൽക്കുമ്പോൾ അവയ്ക്കുള്ളിൽ വസിക്കുന്ന എല്ലാ ആൽഗകളും നശിച്ചുപോകുന്നു. അവയുടെ നിറവും ഗുണവും അങ്ങനെ നഷ്ടപ്പെടുന്നു. ഇതിനെ കോറൽ ബ്ലീച്ചിംഗ് എന്ന് വിളിക്കുന്നു. ആൽഗകൾ അവയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായതിനാൽ ഒടുവിൽ അവ നശിക്കുന്നു. വെള്ളം വളരെ ചൂടാകുമ്പോഴോ പവിഴം സൺക്രീമിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുമ്പോഴോ പവിഴപ്പുറ്റുകളിൽ ബ്ലീച്ചിംഗ് സംഭവിക്കുന്നു. നമ്മൾ അത്യാവശ്യമായ ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ 2050 സമുദ്രം പവിഴപ്പുറ്റുകൾക്ക് അതിജീവിക്കാൻ കഴിയാത്തവിധം ചൂടാകുമെന്ന് ശാസ്ത്രജ്ഞർ പ്രവചിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെ സഹായിക്കാനാകും? അതെ, എനിക്ക് എങ്ങനെ ഈ വിഷയത്തിൽ മാതൃകാപരമായി കാര്യങ്ങൾ ചെയ്തു ലോകത്തെ സഹായിക്കാൻ കഴിയും? ഇതാണ് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രവൃത്തിയിൽ വരുത്തേണ്ടതും. ബ്രദേൽസ് ഹൈസ്കൂൾ മാവണ്ടിയൂരിലെ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ സമുദ്രത്തിന്റെ പങ്ക്, സമുദ്ര മലിനീകരണം ഉയർത്തുന്ന വെല്ലുവിളികൾ തുടങ്ങിയവയെക്കുറിച്ച് ചില സൂചനകൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണം തടയണമെങ്കിൽ നമ്മൾ കരയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കടലിലും ശ്രദ്ധിക്കണം.
മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ കടലിൽ തള്ളിയിട്ട് ആരും കാണാതെ അത് കടൽ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന ധാരണയിൽ ഞെളിഞ്ഞു നടക്കുന്ന സ്വഭാവം മനുഷ്യരായ നമ്മളിൽ ചിലരിൽ ഉണ്ട്. അതുകൊണ്ട് കരയെ എന്നതുപോലെ തന്നെ സമുദ്രം ഉൾപ്പെടെയുള്ള മറ്റ് ജലാശയങ്ങളെയും മലിനമാക്കാതെ ശ്രദ്ധിച്ചുകൊള്ളാമെന്ന് ബ്രദേൽസ് ഹൈസ്കൂൾ മാവണ്ടിയൂരിലെ എല്ലാവരും ചേർന്ന് മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണെന്ന് എല്ലാവർക്കും സ്കൂളിലെ സയൻസ് ക്ലബിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.